എൻ്റെ എത്രയും പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. അമ്മ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? നമ്മുടെ ജീവിതത്തിലെല്ലാം തകർന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആരെയാണ്? നമ്മുടെ അമ്മയല്ലേ? പക്ഷെ നിങ്ങൾക്കറിയുമോ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അമ്മയോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത മാർഗം നമ്മുടെ പുരാണത്തിലുണ്ട്. 1000 നാമങ്ങളുടെ മുഴുവൻ ശക്തി ഒളിഞ്ഞിരിക്കുന്ന വെറും 7 ദിവ്യനാമങ്ങൾ. ഇത് കേവലം കഥയല്ലമ്മേ, ലളിതാ സഹസ്രനാമത്തിന്റെ ഹൃദയത്തിൽ നിന്നെടുത്ത ഒരു അതിശക്തമായ രഹസ്യം. നമ്മൾ സാധാരണ വിചാരിക്കും ദൈവാനുഗ്രഹം കിട്ടാൻ വലിയ പൂജകൾ വേണം, വലിയ സമയം വേണം, അങ്ങനെയൊക്കെ അല്ലേ? പക്ഷെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത് വേറെയാണ്. അഗസ്ത്യ മുനിയും ലോപാമുദ്രയും ചോദിച്ച അതേ രഹസ്യം, ഹയഗ്രീവ ഭഗവാൻ വെളിപ്പെടുത്തിയ അതേ സത്യം. ലളിതാ സഹസ്രനാമം ഒരു സാധാരണ സ്തോത്രമല്ല. ഇത് ശുദ്ധമായ ശ്രീവിദ്യാ ഉപാസനയുടെ കോഡാണ്, രഹസ്യങ്ങളാണ്. അതിലേറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയുമോ? 1000 നാമങ്ങളിൽ ഒരു നാമം പോലും ആവർത്തിക്കുന്നില്ല. ഓരോ വാക്കും ഒരു ശക്തി, ഓരോ നാമവും ഒരു തന്ത്രം. പക്ഷെ ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ 1000 നാമങ്ങൾ മുഴുവൻ ചൊല്ലാൻ എല്ലാവർക്കും സാധിക്കില്ല. അതിനാലാണ് ആ മുഴുവൻ ശക്തി ഉൾക്കൊള്ളുന്ന 7 പ്രധാന നാമങ്ങൾ പറയപ്പെടുന്നത്. കേവലം അക്ഷരങ്ങൾ മാത്രം ഉച്ചരിക്കുന്നതിനേക്കാൾ ഈ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ് ദേവിയുടെ യഥാർത്ഥ ദിവ്യ അനുഭവം നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. ദേവിയുടെ കൽപ്പന അനുസരിച്ച് വശിനി ഉൾപ്പെടെയുള്ള 8 വാഗ്ദേവതമാരാണ് ഈ സ്തോത്രം രചിച്ചത്. അതുകൊണ്ട് ഈ ആദ്യത്തെ 7 നാമങ്ങൾ മാത്രം പൂർണ്ണ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി ജപിച്ചാൽ പോലും ദേവി പ്രസന്നയാകും. ഒരു മകൾ അമ്മയോട് ഓരോന്നായി ചോദിച്ചു വാങ്ങുന്ന വരം പോലെയാണ് ഈ ആദ്യത്തെ 7 നാമങ്ങളുടെ ക്രമം. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശ്രീമാതാ ആദ്യ നാമം. ശ്രീമാതാ, അമ്മ എന്ന് വിളിക്കുന്ന അതേ അനുഭൂതി. അതേ അമ്മേ, ലോകത്തിലെ മറ്റെല്ലാ സഹസ്രനാമങ്ങളും ദൈവത്തിന്റെ വലിയ വലിപ്പവും ശക്തിയും പറഞ്ഞു തുടങ്ങുമ്പോൾ ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒരു കുഞ്ഞ് കരയുമ്പോൾ ആ അമ്മ വീട്ടിലെ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഓടിയെത്തും, അല്ലേ? അതുപോലെ തന്നെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ വീർപ്പുമുട്ടി ഈ നാമം നമ്മൾ ഹൃദയം തൊട്ടു വിളിക്കുമ്പോൾ സാക്ഷാൽ ജഗദംബികയുടെ സാന്നിധ്യം നമ്മുടെ തൊട്ടടുത്ത് വരുന്നു എന്നാണ് വിശ്വാസം. ശ്രീ മഹാരാജ്ഞി രണ്ടാമത്തെ നാമം. അമ്മയോട് നമ്മൾ സങ്കടങ്ങൾ പറയുമ്പോൾ സ്വന്തം അമ്മയ്ക്ക് അത് പരിഹരിക്കാൻ ചിലപ്പോൾ കഴിയില്ലായിരിക്കാം. കാരണം അമ്മയും നമ്മളെ പോലെ ഒരു മനുഷ്യനാണല്ലേ. അതുകൊണ്ടാണ് രണ്ടാമത്തെ നാമമായി ശ്രീ മഹാരാജ്ഞി എന്ന് വിളിക്കുന്നത്. അതായത് എന്റെ അമ്മ വെറും ഒരു അമ്മയല്ല, പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്ന മഹാരാജ്ഞിയാണ്. എന്റെ ഏതു പ്രശ്നവും പരിഹരിക്കാൻ എന്റെ അമ്മയ്ക്ക് എല്ലാ അധികാരവുമുണ്ട് എന്ന ബോധ്യം നമുക്ക് തരുന്ന ഒരു നാമമാണിത്. എന്ന വലിയൊരു ധൈര്യമാണ് ഈ നാമം നമുക്ക് തരുന്നത്. ശ്രീമത് സിംഹാസനേശ്വരി മൂന്നാമത്തെ നാമം. ശ്രീമത് സിംഹാസനേശ്വരി, അവൾ ഇരിക്കുന്നത് ഒരു സാധാരണ ഇടത്തിലല്ലമ്മേ, പ്രകാശമാനമായ ഒരു വലിയ സിംഹാസനത്തിലാണ്. നമുക്കറിയാം, ഭരിക്കാൻ അധികാരമുള്ള രാജ്ഞി എവിടെയാണ് ഇരിക്കുക? സിംഹാസനത്തിൽ, അല്ലേ? അമ്മ ഈ നാമം ജപിക്കുമ്പോൾ മനസ്സിലൊരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരണം. പ്രകാശമാനമായ ഒരു വലിയ സിംഹാസനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളോടെയും ഇരിക്കുന്ന ദേവി. ജീവിതത്തിലെ ഭയം, ആശങ്കകൾ, ആത്മവിശ്വാസക്കുറവ് എന്നിവ കാരണം എപ്പോഴും ഒതുങ്ങിക്കൂടാൻ നോക്കുന്ന നമ്മളെ ആ സിംഹാസനത്തിന്റെ മുകളിലേക്ക്, അതായത് ജീവിതത്തിന്റെ വിജയങ്ങളിലേക്ക് ഉയർത്തുന്ന ശക്തിയാണ് ഈ നാമം. ഇത് ജപിക്കുമ്പോൾ നമ്മളും ആ ഉയരങ്ങളിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ്. ചിദഗ്നികുണ്ഡ സംഭൂത നാലാമത്തെ നാമം. ചിദഗ്നികുണ്ഡ സംഭൂത, ദേവിയുടെ ജനനം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശുദ്ധമായ ജ്ഞാനത്തിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്നാണ്, ആ പവിത്രമായ തീയിൽ നിന്നാണ് ദേവി ജനിച്ചിരിക്കുന്നത്. അമ്മ നമ്മുടെ ഉള്ളിലെ അസൂയ, ദാരിദ്ര്യം, കുടുംബത്തിലെ നെഗറ്റീവ് ചിന്തകൾ എന്നിവയെല്ലാം ഈ ജ്ഞാനാഗ്നിയിലിട്ട് കരിച്ചു കളയാൻ ദേവിക്ക് സാധിക്കും. നമ്മുടെ മനസ്സിലെയും വീട്ടിലെയും ഇരുട്ടായ അന്ധകാരം മുഴുവൻ കത്തിച്ചു നീക്കി ജീവിതത്തിൽ പുതിയൊരു പ്രകാശം തരുന്ന നാമമാണിത്. ദേവകാര്യ സമുദ്യത അഞ്ചാമത്തെ നാമം. ദേവകാര്യ സമുദ്യത, പ്രപഞ്ചത്തിലെ വലിയ വലിയ ദേവന്മാർക്ക് പോലും ഒരു വലിയ ആപത്ത് വന്നപ്പോൾ, അവർ സഹായം തേടിയപ്പോൾ അവർക്കായി ഓടിയെത്തിയ ശക്തിയാണ് ദേവി. അതുകൊണ്ട് അമ്മേ, നമ്മൾ വിചാരിക്കരുത് ഈശ്വരൻ വലിയ വലിയ ആളുകളുടെ കാര്യം മാത്രമേ നോക്കൂ എന്ന്. നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ വീണ് ആത്മാർത്ഥമായി വിളിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരാനും നമ്മുടെ കൂടെ നിൽക്കാനും ഈ ശക്തി എപ്പോഴും സദാ സന്നദ്ധയാണ് എന്ന വലിയൊരു ഉറപ്പാണ് ഈ നാമം തരുന്നത്. ഉദ്യത് ഭാനു സഹസ്രാഭ ആറാമത്തെ നാമം. ഉദ്യത് ഭാനു സഹസ്രാഭ, അതായത്
ഒന്നല്ല രണ്ടല്ല ഒന്നിച്ചുദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ പ്രകാശം പോലെയാണ് ദേവി. അമ്മേ, കനത്ത ഇരുട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് മുന്നിലേക്ക് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എങ്ങനെയുണ്ടാവും? കടബാധ്യതകളും കഷ്ടപ്പാടുകളും കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വലിയൊരു ഇരുട്ട് മൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ മുഴുവൻ മാറ്റി നമ്മുടെ ഭാവിയെ പ്രകാശപൂർണമാക്കാൻ പോന്ന അതീവ ശക്തമായ നാമമാണിത്. ചതുർബാഹു സമന്വിത, ഏറ്റവും അവസാനത്തെ 7ാമത്തെ നാമം. ചതുർബാഹു സമന്വിത, 4 കൈകളിൽ ദിവ്യമായ ആയുധങ്ങൾ ധരിച്ചു നിൽക്കുന്ന പ്രസന്നമായ രൂപം. പക്ഷേ അമ്മേ, ദേവിയുടെ കൈകളിലെ ആയുധങ്ങൾ നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല. അത് സംരക്ഷണം, ശക്തി, ജ്ഞാനം, പ്രവർത്തനം എന്നിവയെല്ലാം ഒരുമിച്ച് നിയന്ത്രിക്കുന്ന ദിവ്യ സാന്നിധ്യമാണ്. ഒരു മകളെ അല്ലെങ്കിൽ മകനെ ആപത്തുകളിൽ നിന്ന് കൈപിടിച്ച് കാത്തിരക്ഷിക്കാൻ അമ്മ സദാ സന്നദ്ധയാണ് എന്ന ഉറപ്പാണ് ഈ നാമം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയിലും ഈ 7 നാമങ്ങൾ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സർവ്വവിധ ദോഷങ്ങളും മാറി ഭാഗ്യം നമ്മളെ തേടിയെത്തും. ഇനിയും എങ്ങനെയാണ് ജപിക്കേണ്ട ശരിയായ രീതി? ദേവിക്ക് നമ്മുടെ ഓരോ സാഹചര്യവും അറിയാമമ്മേ. ഒരു വലിയ ആൽമരം ഒരു ചെറിയ വിത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ ലളിതാ സഹസ്രനാമത്തിന്റെ സാരം ഈ ആദ്യത്തെ 7 നാമങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ദേവി നമ്മളോട് വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. രാവിലെ എഴുന്നേറ്റ ശേഷമോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ നമുക്ക് അനുയോജ്യമായ ഒരു ശാന്തമായ സമയം കണ്ടെത്തുക. കഴിയുമെങ്കിൽ ഒരു വിളക്ക് തെളിയിച്ച് ദേവിയെ സ്മരിക്കാം. അതിന് സാധിക്കാത്ത ദിവസങ്ങളിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി കേട്ടോ. അതിനുശേഷം ഓം ഐം ഹ്രീം ശ്രീം എന്ന് ഭക്തിയോടെ മനസ്സിൽ ജപിച്ച് ഈ പറഞ്ഞ 7 നാമങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും 7 തവണയോ 21 തവണയോ ജപിക്കുക. അമ്മേ, നമ്മുടെ കൂട്ടത്തിൽ ലളിതാ സഹസ്രനാമം നിത്യവും മുഴുവനായി അത്രമേൽ ഭക്തിയോടെ ജപിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് കേട്ടോ. ആ നിത്യപാരായണം അതേപടി തന്നെ തുടരുക. ഈ വീഡിയോ ഒരിക്കലും അതിന് പകരമുള്ളതല്ല കേട്ടോ അമ്മേ. മറിച്ച് നമ്മൾ നിത്യവും ജപിക്കുന്ന ഈ നാമങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥവും പ്രത്യേകതയും ഒരുമിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ്. എന്നാൽ ഏതെങ്കിലും ദിവസം യാത്രയിലോ അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മുഴുവൻ പാരായണം ചെയ്യാൻ സാധിക്കാതെ വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ആദ്യത്തെ 7 നാമങ്ങൾ ഭക്തിയോടെ ജപിക്കാമെന്നാണ് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. അത് വെറും ഒരു മന്ത്രോച്ചാരണമല്ലമ്മേ, സ്വന്തം അമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു പവിത്ര നിമിഷം പോലെയാണ്. ആ ഭക്തിയും സമർപ്പണവും നിങ്ങളുടെ മനസ്സിൽ നിറയുന്ന ശാന്തിയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ നിങ്ങളിൽ എത്ര പേര് ലളിതാ സഹസ്രനാമം നിത്യവും മുഴുവനായിട്ട് ജപിക്കാറുണ്ട്? കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുമോ? നിങ്ങളുടെ അനുഭവങ്ങൾ വായിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത് കേവലം ഒരു വീഡിയോ അല്ലമ്മേ, നമ്മുടെ വിശ്വാസവും നമ്മുടെ മനസ്സിന്റെ ശക്തിയും ഒന്നായി ചേർന്ന വലിയൊരു അനുഭവമാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കളോ പ്രിയപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ഒരുമിച്ച് ഇതൊന്ന് ജപിച്ചു നോക്കൂ കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശാന്തത നിറയുന്നത് അറിയാൻ പറ്റും. ദേവിയോടൊരു പ്രത്യേക അടുപ്പം തോന്നാൻ തുടങ്ങും. എന്നാൽ അമ്മമാരെ, ഈ ജപത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ പിഴവുകളുണ്ട്, തെറ്റുകളുണ്ട്. നമ്മൾ പോലും വിചാരിക്കാത്ത ആ തെറ്റുകൾ എങ്ങനെയാണ് ജപത്തിന്റെ ഫലം പൂർണ്ണമായി മാറ്റി കളയുന്നത് എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഈ കൊച്ചു വീഡിയോ നിങ്ങളുടെ മനസ്സിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം ശക്തി എന്ന് രേഖപ്പെടുത്തി നിങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ ശരണങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു ദിവ്യാനുഭവവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.